നമസ്കാരം. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാലിന് പൊതുജനകാര്യത്തിൽ പത്മഭൂഷൺ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മുതിർന്ന നേതാവായ വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷൺ ലഭിച്ചു. ആന്ധ്രയിൽ നിന്നുള്ള നടൻ ചിരഞ്ജീവിക്കും പത്മഭൂഷണ് അർഹനാകാൻ സാധിച്ചു. 5 പേർക്ക് പത്മവിഭൂഷണും 17 പേർക്ക് പത്മഭൂഷണും പ്രഖ്യാപിച്ചു. 110 പേർക്കാണ് പത്മശ്രീ. ഗായിക ഉഷ ഉദുപ്പിനും ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും പത്മഭൂഷൺ കിട്ടി. തമിഴ്നാട്ടിൽ നിന്നുള്ള നർത്തകിമാരായ വൈജയന്തിമാല ബാലി, പത്മ സുബ്രഹ്മണ്യം, ബീഹാറിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തക ബിന്ദേശ്വർ പാഠക് എല്ലാവർക്കും പത്മവിഭൂഷൺ ലഭിച്ചു. പത്മഭൂഷൺ ലഭിച്ചവരിൽ കലാരംഗത്തു നിന്ന് നടന്മാരായ മിഥുൻ ചക്രബർത്തി, വിജയകാന്ത് എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. കഥകളി ആചാര്യൻ സധനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ ഇ.പി. നാരായണൻ, കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി, സാഹിത്യം വിദ്യാഭ്യാസം വിഭാഗത്തിൽ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനിനാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി, ലക്ഷ്മിഭായ് തമ്പുരാട്ടി എന്നിവരാണ് കേരളത്തിൽ നിന്നും ഇത്തവണ പത്മശ്രീ പുരസ്കാരം നേടിയത്. നീണ്ടകാലത്തെ കലാസാപര്യയ്ക്കുള്ള അംഗീകാരമെന്ന് കഥകളി ആചാര്യൻ സധനം ബാലകൃഷ്ണൻ പറഞ്ഞു. 67 വർഷം കഥകളിക്കൊപ്പമായിരുന്നു. പുരസ്കാരം ഗുരുനാഥന്മാർക്ക് സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ അസം സ്വദേശിനി പാർവതി ബറുവ, ആദിവാസി സാമൂഹ്യ പ്രവർത്തകനായ ഛത്തീസ്ഗഡിൽ നിന്നുള്ള യാഗേഷ് യാദവ്, ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ജാർഖണ്ഡിൽ നിന്നുള്ള ചാമി മുർമു, ഭിന്നശേഷിക്കാരനായ സാമൂഹിക പ്രവർത്തകനായ ഹരിയാനയിൽ നിന്നുള്ള ഗുർവിന്ദർ സിംഗ്, ഗോത്ര പരിസ്ഥിതി പ്രവർത്തകനായ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ദുഖുമാജി, മിസോറാമിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകൻ സംഘതൻ കിമ, പരമ്പരാഗത ആയുർവേദ ചികിത്സകനായ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഹേമചന്ദ് മാഞ്ചി, അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആയുർവേദ ചികിത്സകനായ യാനുക് ജാമോ ലോഗോ, കർണാടകയിൽ നിന്നുള്ള ഗോത്ര സാമൂഹിക പ്രവർത്തകൻ സോമണ്ണ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ 110 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയത്. 2 ദിവസം മുൻപ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം പ്രഖ്യാപിച്ചിരുന്നു. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം നൽകിയത്. അതേസമയം അംഗീകാരത്തിന് നന്ദിയെന്ന് ഒ. രാജഗോപാൽ പ്രതികരിച്ചു. ഈ അംഗീകാരം തന്നതിൽ നന്ദിയുണ്ടെന്നും അംഗീകാരം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നുവെന്നും മുതിർന്ന നേതാവ് ഒ. രാജഗോപാൽ പറഞ്ഞു. ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലായി കാണുന്നുവെന്നും അംഗീകാരത്തിന് വേണ്ടി പുറകെ നടന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനസംഘത്തിലൂടെ ബി.ജെ.പിയിലെത്തിയ രാജഗോപാൽ 1998-ൽ വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ നിന്ന് ഉജ്ജ്വല വിജയം കൈവരിച്ച് കേരള നിയമസഭയിൽ അംഗമായി. അഭിഭാഷക ജോലി ഉപേക്ഷിച്ചാണ് രാജഗോപാൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായത്. 1929 സെപ്റ്റംബർ 15-ന് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിൽ ഓലഞ്ചേരി വീട്ടിൽ മാധവൻ നായരുടെയും കുഞ്ഞിക്കാവമ്മയുടെയും മകനായി ജനിച്ച രാജഗോപാൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് കണക്കന്നൂർ എലിമെന്ററി സ്കൂളിലും മഞ്ഞപ്ര അപ്പർ പ്രൈമറി സ്കൂളിലുമായിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠനം തുടർന്നു. പിന്നീട് ചെന്നൈയിൽ നിന്ന് നിയമബിരുദം നേടിയതിനു ശേഷം 1956 മുതൽ പാലക്കാട് ജില്ലാ കോടതിയിൽ അഭിഭാഷക ജോലിയിൽ ആരംഭിച്ചിരുന്നു. ദീൻദയാൽ ഉപാധ്യായയിൽ നിന്നും പ്രചോദിതനായ അദ്ദേഹം പഠനശേഷം ജനസംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷിക്കുകയും ജനസംഘ പ്രവർത്തകനായി മാറുകയും ചെയ്തു.